Watch full episodes on Jio Hotstar. ഞാൻ വീണല്ലോ. ഏയ്, നിനക്കെന്ത് കണ്ണു കണ്ടൂടെ? അല്ല, നിന്നെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. അതിങ്ങത്തോ ആ ബോക്സിനകത്ത് എന്താണെന്ന് നോക്കണം. എനിക്ക് ഇനി മുതൽ എന്റെ ബോക്സ് ആണ് ഇത്. നീ പോയിക്കോ. മമ്മി, ഏയ് എന്റെ ബോക്സ് തിരിച്ചുതാ. തിരിച്ചുതാ, തിരിച്ചുതാ. ഹേയ്, നീ ആരാണ്? അവന്റെ ടിഫിൻ ബോക്സ് തിരിച്ചു കൊടുക്ക്. ഇല്ലല്ലല്ല, കൊടുക്കില്ല. നീ എന്നെ തടുക്കുമോ? ഇങ്ങോട്ട് തരാനാ പറഞ്ഞത്. കൊള്ളാം. അപ്പൊ നല്ല രീതിയിൽ പറഞ്ഞാൽ മനസ്സിലാവില്ല. കരാട്ടെ അറിയോ നിനക്ക്? വരൂ, നമുക്കൊരു കൈ നോക്കാം. ഹായ്, എന്റെ പേര് മൂടി. അവര് വഴക്കിട്ടോട്ടെ, നമുക്കൊന്ന് കൂട്ടുകാരായാലോ? ഹായ്, ഐ ആം രേവ. എന്റെ കയ്യ് വേദനിക്കുന്നു. വിട്, വേഗം വിട്. ഓ സോറി, എനിക്ക് ഇത്രയും ശക്തിയുള്ള കാര്യം ഞാൻ എപ്പോഴും മറന്നു പോകുന്നു. പ്ലീസ് ഡോണ്ട് മൈൻഡ്. ഞാൻ എന്റെ സഹോദരനെ ഒന്ന് പോയി നോക്കട്ടെ. വെള്ളം വെള്ളം വെള്ളം. ഹലോ ഫ്രണ്ട്, ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് നല്ലതല്ല. കൂട്ടുകാരല്ലേ, കൂളാകൂ. ഓ മാഡി, മാഡി, നിനക്ക് എന്താണ് സംഭവിച്ചത്? ഏ കുട്ടി, നീ എന്തിനാണ് ഇങ്ങനെ മുഖത്ത് വെള്ളം ഒഴിച്ചത്? ഇതിന് ഞാൻ നിങ്ങളോട് പകരം ചോദിച്ചിരിക്കും. താനെന്തിനാണോ എന്റെ കാറിനിട്ട് ഇടിച്ചത്? ഇതെന്തായി സംഭവിക്കുന്നത്? ആരാ ഇവരൊക്കെ? കൊള്ളാം, ആ നെക്ലസ് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞാൻ ചെന്നത് എടുക്കട്ടെ, എനിക്ക് വേണം. കൊള്ളാം. എന്റെ നെക്ലസ്, എന്റെ നെക്ലസ് ആരെങ്കിലും ഒന്ന് വാങ്ങിച്ചു തരൂ. കൊള്ളാം, ഞാൻ നെക്ലസ് മാത്രമേ എടുത്തുള്ളൂ. എന്തിനാണ് ഇങ്ങനെ ഒച്ച വെക്കുന്നത്? ഇനി ഒച്ചയിടൂ. ഇത് എവിടത്തെ വധവരാ ഇവരൊക്കെ? നമ്മുടെ വേദ നഗരത്തിൽ അപൂർവ സംഭവം നടക്കുന്നു. ഒരാള് ഒറ്റയിടിക്കാണ് കാർ നിർത്തിയത്. നേരിട്ട് കണ്ടു. ഒറ്റ ചവിട്ടിന് കാർ തെറിപ്പിച്ചു. ആളുകളെ വലിച്ചെറിയുന്നു. ഇതെന്താ ഇങ്ങനെ തലകീടായി സംഭവിക്കുന്നത്? നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാ ഇവരെയൊക്കെ ഞാൻ നിർമ്മിച്ചെടുത്തത്. നമ്പ്യാരെ, ഈ റോബോട്ടുകൾക്ക് എന്താ പറ്റിയത്? സാറേ, ഞാൻ കണക്ട് ചെയ്തപ്പോ എന്തോ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെന്നാ തോന്നുന്നത്. ഞാനൊന്ന് പോയി ചെക്ക് ചെയ്യാം. അവരെ എല്ലാം കൂട്ടിക്കൊണ്ട് വന്ന് എന്റെ മുന്നിൽ നിർത്ത്. ഓക്കേ. പുറകില് കാണുന്നത് ഗ്രീൻ ലൈറ്റ് തന്നെയാണല്ലോ. അതിന്റെ അർത്ഥം ഇവര് നല്ല ജോലികൾ വേണം ചെയ്യാൻ. അപ്പൊ എവിടെയാണാവോ പ്രോബ്ലം വന്നത്? എനിക്കൊട്ടും പിടുത്തം കിട്ടുന്നില്ല. ഒന്നുകൂടി നോക്കട്ടെ.
ഞാൻ നല്ല ട്രെയിനിങ് ആണല്ലോ തന്നെ. നിങ്ങളോടൊക്കെ നല്ല പ്രവർത്തികൾ ചെയ്യാനല്ലേ ഞാൻ പറഞ്ഞത്. ഞങ്ങൾ നല്ല പ്രവൃത്തികളെ ചെയ്യൂ. ഒന്നുകൂടി പറയൂ, എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? ജനങ്ങളെ എല്ലാവരെയും സഹായിക്കണം. അത് തന്നെ. ഇനി നിങ്ങളാരും ഇത് മറക്കില്ലല്ലോ. അതെ, എല്ലാം ഓർമ്മയുണ്ട്. നിങ്ങളുടെ കണക്ഷനിൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിരിക്കാം. ഇപ്പൊ ശരിയായി. ഇനി നിങ്ങൾക്ക് പോകാം. നല്ല പ്രവൃത്തികൾ മാത്രം ചെയ്യണം കേട്ടോ. എടോ ഭട്ടാചാര്യ, ഇതിന് തന്റെ മുൻപിൽ വന്നാൽ മാത്രമേ നല്ല സ്വഭാവത്തോടെ പ്രവർത്തിക്കൂ. ഞാൻ ഈ റോബോട്ടുകളുടെ ഉള്ളിൽ രക്ഷപ്പെട്ടത് തനിക്കെങ്ങനെ മനസ്സിലാവാനാ? എനിക്ക് തോന്നിയതുപോലെ ഇവരെ കൊണ്ട് ഞാൻ പണിയെടുപ്പിച്ചിരിക്കും, അറിയോ? എടോ ഭട്ടാചാര്യ, താൻ ഫേമസ് ആകാൻ വേണ്ടി അല്ലടോ യുവമാരെയൊക്കെ നീ ഉണ്ടാക്കിയത്. ഞാൻ ഇവന്മാരെ കൊണ്ട് പണക്കാരനാവും മോനെ ദിനേശ്. കേൾക്ക് റോബോ ഫാമിലി, ഇനി എന്താ നിങ്ങളുടെ അടുത്ത പരിപാടി? ഉടൻ തന്നെ എല്ലാം ചെന്ന് നശിപ്പിക്കണം. എല്ലാ സാധനവും മോഷ്ടിക്കണം. ജനങ്ങളെ പേടിപ്പിച്ചോടിപ്പിക്കണം. വളരെ നല്ലത്. ആദ്യം നിങ്ങളെ ബാങ്ക് കൊള്ളയടിക്കണം. ജ്വല്ലറി ചെന്ന് സ്വർണം മോഷ്ടിക്കണം. എന്നിട്ട് എല്ലാ സാധനവും എന്റെ കൈകളിൽ കൊണ്ടുവന്ന് തരണം. ശരി, ഞങ്ങൾ അതുപോലെ തന്നെ ചെയ്യാം. ഓക്കെ, എന്നാ വേഗം ചെന്ന് പണി തുടങ്ങും അല്ലേ? എന്താണത്? എന്റെ ബാഗിൽ എന്തിനാ ഇങ്ങനെ മോഷ്ടിക്കുന്നത്? പ്രിൻസിപ്പലിനോട് പറയും. മേഡം, ഇവിടുന്ന് വേഗം പോയിക്കോളൂ. ഇവിടെ വരെ ഇങ്ങോട്ട് താ. മേഡം, എന്താ പറ്റിയത്? ആ കുട്ടി എന്നൊരു ഇടിയടിച്ച് വലിച്ചെറിഞ്ഞു. അതുമല്ലാതെ എന്റെ പേഴ്സിൽ നിന്ന് പണം മോഷ്ടിക്കുന്നു. നിനക്ക് ഇത്ര സാമർത്ഥ്യം മോഷ്ടിച്ചതും പോരാഞ്ഞിട്ട് തള്ളിയിടുന്നോ? ഇപ്പൊ ശരിയാക്കി തരാം. എന്നെ വിട്ടേക്ക്. ഞാനൊന്നും പറയുന്നില്ല. നീ എന്ത് വേണമെങ്കിലും ചെയ്തോ. നീ കേട്ടോ. ആരാ ഇവിടെ മോഷ്ടിക്കുന്നത്? മര്യാദക്ക് വാ. അവിടെ കുറെ പേര് ബാങ്ക് കൊള്ളയടിക്കുന്നു. എന്ത് ബാങ്ക് മോഷ്ടിക്കാണെന്നോ? ആരാണത്? എന്റെ പരിധിയിൽ ബാങ്ക് മോഷ്ടിക്കാൻ ശ്രമിക്കുന്ന എനിക്കറിയില്ല. വേഗം ഓടിക്കോ. എന്താ അവിടെ സംഭവിക്കുന്നത്? മര്യാദയ്ക്ക് അവിടെ നിൽക്കാനല്ലേ പറഞ്ഞേ? ലഡ്ഡു സിംഗിന്റെ പരിധിയിൽ മോഷണം നടത്തുന്നു. ഇവിടുന്ന് 50 കിലോമീറ്റർ വളരെ ദൂരെ ഒരു കള്ളൻ മോഷ്ടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ ഉള്ളവർ പറയും നീ മോഷ്ടിക്കരുത്, അല്ലെങ്കിൽ ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ് വരുമെന്ന്. ആണോ? അപ്പം നിങ്ങൾക്ക് ഇവിടെ എന്താണ് കാര്യം? ചെല്ലോ 50 കിലോമീറ്റർ ദൂരത്തേക്ക്. 50 കിലോമീറ്റർ ദൂരം എന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. ഇതിപ്പോ എന്നെ 50,000 കിലോമീറ്റർ ദൂരത്തേക്ക് പറഞ്ഞയച്ചല്ലോ. ഇത് ശരിക്കും ചീറ്റിംഗ് ആണ്. ശിവ, നീ ന്യൂസ് കണ്ടായിരുന്നോ? ഒരു കപ്പിളെ ഓടുന്ന കാർ നിർത്തിയെന്ന്. അവര് കാർ എടുത്ത് വലിച്ചെറിഞ്ഞെന്നാ പറയണേ. ഞാൻ കണ്ടു. അവരെ കണ്ടപ്പോഴാണ് മാഡിയുടെയും മൂഡിയുടെയും ഓർമ്മ വന്നത്. അവരടുത്തും ഇതേ സെയിം പവർ ആണ് ഉള്ളത്. അത് മാഡിയുടെയും മൂഡിയുടെയും മമ്മിയും പപ്പയോ. ഞാനത് കണ്ടുപിടിച്ചു. അവരപ്പം ശരിക്കും ഏലിയൻസ് ആണെന്നാ തോന്നുന്നത്, അറിയോ? അല്ലാതെ മനുഷ്യർക്ക് ഇങ്ങനെ ശക്തി ഉണ്ടാവില്ല, അറിയോ? ഞങ്ങളുടെ നാട്ടിൽ ഒരു ദിവസം ഫാൻസി ഡ്രസ്സിന് ഞാൻ റോബോട്ടായി. ആൾക്കാരെ പറ്റിക്കാനായിട്ട് ഞാൻ ഒരു കല്ലില് കൈ വെച്ച് ഒറ്റയടി അടിച്ചു. പക്ഷെ കല്ല് പൊട്ടുന്നതിന് പകരം എന്റെ കൈയാണ് ശരിക്കും പൊട്ടിയത്. ആ മൂടിനെ മേടിനെ പോലെ പവർ എനിക്കുണ്ടായിരുന്നെങ്കിലോ കല്ലെന്നല്ല ഒരു മല തന്നെ ഇടിച്ച് പരത്തി കളഞ്ഞാനെ. ചിലപ്പോ അങ്ങനെയൊക്കെ ഉണ്ടാകും. അവര് റോബോട്ട് തന്നെയാ ശിവ. റോബോട്ടുകൾക്ക് മാത്രമേ ഇത്രയധികം ശക്തി ഉണ്ടാകൂ. പിന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റോബോട്ട്സുകൾ കാണും. അവരെയൊക്കെ മനുഷ്യരെ പോലെ നമുക്ക് നിർമ്മിച്ചെടുക്കാവുന്നതുമാണ്. യെസ്, യു ആർ റൈറ്റ് രേവ. ശരിക്കും അവർ റോബോട്ട് തന്നെ. അവരൊപ്പം ഫൈറ്റ് ചെയ്യുന്നതിന് പകരം അവരെ അവസാനിപ്പിക്കുന്ന മാർഗം എന്താണെന്നാണ് നോക്കേണ്ടത്.
ശിവ നീ വേഗം ഒന്ന് വന്നേ. ആ. ഇല്ല വേണ്ട 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 വേണ്ട. ഓ. നീ ഇങ്ങോട്ട് വന്നാ ശരിയാവില്ല. നിനക്ക് ഇങ്ങോട്ട് വരാനും കഴിയില്ല. നീ കേട്ടോ ശിവ, വേദാസ് ഇന്റർനാഷണൽ ബാങ്കില് മോഷണം നടന്നിട്ടുണ്ട്. ലഡു സിംഗ് സാറേ, ഇപ്പൊ നിങ്ങൾ എവിടെ നിന്നാണ് സംസാരിക്കുന്നത്? ഞാനിപ്പോ 50 കിലോമീറ്റർ ദൂരെ, വെറും 50 കിലോമീറ്റർ ദൂരെ അല്ല, 50,000 കിലോമീറ്റർ ദൂരെ ഉള്ളത്. നിനക്ക് ഇങ്ങോട്ട് ഒരിക്കലും വരാൻ പറ്റില്ലാന്നേ. നീ എന്റെ കാര്യം വിട്. നീ എത്രയും പെട്ടെന്ന് വേദാസ് ബാങ്കിലേക്ക് ചെല്ല്, വേഗം. നീ പോ. ആ. എന്റെ ആഭരണങ്ങള്, എന്റെ സ്വർണ്ണങ്ങളതാ, എന്റെ സ്വർണ്ണങ്ങളതാ. ലഡു സിംഗ് സാറേ, ശിവ, ജ്വല്ലറി ഷോപ്പിലും മോഷണം നടത്തിയിട്ടുണ്ട്. നീ അങ്ങോട്ട് ചെല്ല്. ലഡു സിംഗ് സാറേ, നിങ്ങൾ എവിടെയാണുള്ളത്? അതെ, ഞാനൊരു 50,000 കിലോമീറ്റർ വളരെ ദൂരത്തുള്ള ഒരു ഗ്രഹത്തിലാണ് ഉള്ളത്. ആ കൊള്ളക്കാര മനുഷ്യൻ വളരെ ശക്തിയോടെ എന്നെ എറിഞ്ഞു വിട്ടതാണ്. ഞാനിപ്പോ ഒരു സ്പേസിലാണെന്നേ. ലഡു സിംഗ് സാറേ, ഇപ്പൊ എനിക്ക് ശരിക്കും കൺഫേം ആയി. ഇത്രയും ശക്തികൾ മനുഷ്യർക്ക് ഉണ്ടാവില്ലെന്നേ. അവരൊന്നും മനുഷ്യരെ അല്ല, റോബോട്ടുകളാണ്. ഇന്നാ ഇവരൊപ്പം ഫൈറ്റ് ചെയ്തിട്ട് ഒരു പ്രയോജനവും ഇല്ല. ഇവരെ ഉണ്ടാക്കിയ ആളെ വേണം പിടിക്കാൻ. നിങ്ങളാണ് ഈ റോബോട്ടുകളെ ഉണ്ടാക്കിയതല്ലേ? ഇവൻ എങ്ങനെയായത് മനസ്സിലായത്? പെട്ടെന്ന് പോയേ പറ്റും. എന്നെ പോലെ ഒരു സയന്റിസ്റ്റിനെ പിടിക്കാൻ അത്ര എളുപ്പത്തിൽ പറ്റില്ല കുട്ടേ. എന്റെ ബോസിന്റെ പുറകിൽ എന്തിനു നീ വന്നു? ഇനി ഞാൻ നിന്നെ ഒരിക്കലും വെറുതെ വിടില്ല, നോക്കിക്കോ. ബോസ് ഓർഡർ തന്നിട്ടുണ്ട് നിന്നെ വേഗം അവസാനിപ്പിക്കാനായിട്ട്. ഈ ശിവയെ അത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാൻ സാധിക്കില്ല കേട്ടോ. ഹലോ റോബോട്ട്, വേഗം വരൂ. ഈ സ്ഥലം നമുക്ക് ഫൈറ്റ് ചെയ്യാനായിട്ട് പറ്റിയ സ്ഥലമാണ്. എന്താ വരുന്നില്ലേ? എന്തായാലും നീ ഇവിടെ വന്നത് നന്നായി. നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് വിചാരിക്കണ്ട, കേട്ടോ കുട്ടി? എന്നെ അങ്ങനെ കുട്ടിയെന്ന് വിളിക്കല്ലേ റോബോ അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. അല്ല, എന്റെ അടുത്ത് എന്തിനാ വഴക്കിടാൻ വരുന്നത്? ധൈര്യം ഉണ്ടെങ്കിൽ രേവയുടെ അടുത്ത് വഴക്കിട്. ഇനിയും വഴക്കുണ്ടാക്കണോ?
അതോ നിർത്തണോ കുട്ടി? കുട്ടിയെന്ന് പറയില്ലെന്ന് പറഞ്ഞില്ലേ റോബോ അങ്കിൾ? റോബോട്ടുകളെ അവസാനിപ്പിക്കാൻ ഈ ഒരു മാർഗമേ ഉള്ളൂ. നോക്കൂ, ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വരും. എന്റെ അടുത്ത് നിങ്ങൾക്ക് ജയിക്കാനാവില്ല. ഞാൻ എന്താണ് ഈ കാണുന്നത്? ഇത്രമാത്രം ബുദ്ധിമുട്ടി ഉണ്ടാക്കിയ ഈ റോബോട്ടുകളെയൊക്കെ നീ നശിപ്പിച്ചു കളഞ്ഞല്ലോ. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് നീ ഉണ്ടാക്കിയിരിക്കുന്നത്. ശിവ, നീ എവിടെയാണ്? ഞാനിപ്പോ അങ്ങോട്ട് വന്നോണ്ടിരിക്കുകയാണ്. എന്നെ പിടിച്ചോളേ. എന്റെ ലാൻഡിങ് ഇപ്പൊ ഇവിടെ സംഭവിക്കൂ. ഈ ലഡു സിംഗ് സാർ എവിടെയാണോ ലാൻഡ് ചെയ്യാൻ പോകുന്നത്? അല്ല ലഡു സിംഗ് സാറേ, നിങ്ങൾ മുകളില് എവിടെയാണ് പോയത്? അതെ ശിവ, അവൻ എന്നെ 50,000 കിലോമീറ്റർ വളരെ ദൂരെ എന്നെ പറഞ്ഞയച്ചെന്നേ. ലഡു സിംഗ് സാറേ, ഇവരെയൊക്കെ ഞാൻ പിടിച്ചിട്ടുണ്ട്. അവരെയൊക്കെ നിർമ്മിച്ച ആളാണ് ദാ അവിടെ കിടക്കുന്നത്. ഞാനല്ല ഇവയെ നിർമ്മിച്ചത്. അത് വേറൊരാളാണ്. ഞാൻ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റാ. അതെ ശിവ, നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇവന്റെ മുതലാളിയെ കണ്ടുപിടിക്കണം. ഓക്കെ, പറഞ്ഞോ. ഇപ്പൊ പറയണം നിന്റെ മുതലാളി എവിടെ ഉള്ളതാന്ന് പറ. ഇൻസ്പെക്ടർ, ഇയാളെ പുറത്തേക്കേ വിടരുത്. ഞാൻ ബുദ്ധിമുട്ടിയ പരീക്ഷണത്തിൽ ഇവൻ തെറ്റായിട്ടാ ചെയ്തത്. ഹ്യൂമൻ കൈൻഡിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ റോബോട്ടുകളെയൊക്കെ ഉണ്ടാക്കിയത്. ഒരു പട്ടാളം ഉണ്ടാക്കാൻ തീരുമാനിച്ചു, അതായത് ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി. ആ പണക്കൊതിയനായ നമ്പ്യാർ എന്നെ ശരിക്കും വഞ്ചിച്ചു. നിങ്ങൾ വിഷമിക്കരുത് സയന്റിസ്റ്റ് സാറേ. ഇവന്റെ അടുത്ത് കിട്ടാനുള്ള എല്ലാ സഹായങ്ങളും ഞാൻ നിങ്ങൾക്ക് ഏർപ്പാട് ചെയ്ത് തരാം. ഇവന് ഞാൻ കൊടുക്കുന്ന ചുട്ട അടിയിൽ അവന് തോന്നും വേറെ ഗ്രഹത്തിൽ പോയി താമസിക്കാന്ന്. വെൽക്കം മോനെ ദിനേശ, നിനക്ക് ഞാൻ തരാം ചൂട് പരിപ്പ് വട. എങ്ങനെയുണ്ട്? കൊള്ളാംല്ലേ? Watch India's largest kids library only on Jio Hotstar. Download the app now.